ഇത് നൂറെ ഹബീബ് തങ്ങളുടെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത്. ഇത് കണ്ട നിങ്ങൾ ഈ കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. ഇത് ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാനിവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ വീടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂർ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. രണ്ട് കാക്കകൾ. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല, നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാനാണ്, ഒരു ഞാമത്ത. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് കൊടിമരം തൊടുകയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഹക്ക് പറയണല്ലോ, വിമർശനം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം കാക്ക രണ്ടുപിടെ വന്നിട്ടില്ല. അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ്. പിന്നെ ഞാനിവിടെ വരും, ഇവിടെ ആളുടെ ചികിത്സയ്ക്ക് വരും. എനിക്ക് അതൊന്നും ഞാൻ ആരോട് പറയില്ല. ഇതിന് ഫലമുണ്ട്. നിങ്ങൾ ഇവിടെ വന്നത് ആരാധിക്കണം, ഇതിമ പിടിക്കണം, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. മേലെ കുടക്കാട് അള്ളാഹു എനിക്ക് തന്ന ഞാമത്ത. ഇവിടെ എവിടുന്ന ജനങ്ങൾ വരുന്ന അറിയുന്നില്ല. അള്ളാഹു തന്ന ഞാമത്താണ്. അള്ളാഹു അത് മരണം അള്ളാഹു നിലനിർത്തി തരണം. അത്രേ നമുക്കത് പറയാലോ. അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനത് കെട്ടിയത്. അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇടാൻ പാടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉള്ളാളത്തെ കിണറിൽ പൈസ ഇടുന്നുണ്ട്. ഉള്ളാളത്തൊരു കിണറുണ്ട്, അതിൽ ഇഷ്ടംപോലെ പൈസ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറെ ദീർഘയിലുണ്ട്. അമ്പംകുന്ന് വീരനോലിയ പാപ്പാന്റെ മഖബറേക്കാണ് പൈസ ഇടുന്നത്. പിന്നെന്താ ഇതിലിട്ടാല് അപ്പൊ അത് ഇടാൻ വേണ്ടിട്ട് തന്നെയാണ് നീ ആ വളച്ച് കെട്ടിയത്. അത് പറഞ്ഞ പോലെ പിന്നെ എന്തിനാണ് ആ ഉസ്താദ് വിളിച്ചപ്പോ കള്ളം പറയുന്നത്?